പ്രിയ വിദ്യാർത്ഥികളെ, ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമുക്കിനി പഠിക്കേണ്ടത്. ആദ്യ ചാപ്റ്റർ കൃത്യമായി നിങ്ങൾ നോട്ട്സ് എഴുതിയെടുത്ത് നമ്മൾ നൽകിയ വീഡിയോ ക്ലാസ്സുകളിലൂടെ നിങ്ങളത് പഠിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ ചാപ്റ്റർ 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരും. ആ നോട്ട്സ് കൃത്യമായി എഴുതിയെടുക്കുകയും ഈ വീഡിയോയുടെ സഹായത്തോടു കൂടി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് പ്രിൻസിപ്പിൾസ്. പ്രിൻസിപ്പിൾസ് ആർ എ സെറ്റ് ഓഫ് റൂൾസ് that give guidelines for taking decision and action. ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനായി സഹായിക്കപ്പെടുന്ന മാർഗനിർദ്ദേശങ്ങളാണ് പ്രിൻസിപ്പിൾസ്. അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് ആണ്. എ സെറ്റ് ഓഫ് റൂൾസ്. ഈ റൂൾസ് എന്തിന് സഹായിക്കുന്നു? ഫോർ ടേക്കിംഗ് ഡിസിഷൻ. ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായിക്കപ്പെടുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ഈ റൂളുകൾ. അപ്പോൾ സ്വാഭാവികമായും ഈ റൂളുകൾ പാലിക്കുന്നത് വഴി ശരിയായ തീരുമാനങ്ങളിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രത്യേകത. അപ്പോൾ റൂൾസ് ഫോം ചെയ്യപ്പെടുമ്പോൾ അതിന് വ്യക്തമായ ഉത്തരങ്ങളുണ്ടാവണം. എന്ന് പറയുമ്പോൾ ഈ റൂൾസ് എവിടെ ഫോളോ ചെയ്താലും കൃത്യമായ തീരുമാനങ്ങളിലേക്ക് എത്താൻ കഴിയത്തക്ക രീതിയിലുള്ള റൂളുകളായിരിക്കണം നമ്മൾ തയ്യാറാക്കപ്പെടേണ്ടത്. അപ്പോൾ അതെങ്ങനെയായിരിക്കണം? ദിസ് ഈസ് ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് ഒബ്സർവേഷൻ, അനാലിസിസ് ആൻഡ് എൻക്വയറി. ശാസ്ത്രീയപരമായ രീതിയിൽ തന്നെ അത് പഠിച്ച് തയ്യാറാക്കേണ്ട സംഭവങ്ങളാണ്. അപ്പോൾ അത്രയും പ്രാധാന്യം ഈ റൂളുകൾക്കുണ്ട്. മാത്രമല്ല ഇത് ജനറൽ ഗൈഡ് ലൈൻസ് ആണ്. ആര് ഈ റൂൾ ഫോളോ ചെയ്യുന്നോ അവർക്ക് കൃത്യമായ ഉത്തരത്തിലേക്ക് എത്താൻ സഹായിക്കുകയും ചെയ്യണം. അപ്പോൾ അത്രത്തോളം പ്രാധാന്യം ഈ റൂളുകൾക്കുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അത് വെറുതെ തയ്യാറാക്കുകയല്ല ചെയ്യുന്നത്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റ്സ്. ഒബ്സർവേഷനിലൂടെ എക്സ്പെരിമെൻറ്റ്സിലൂടെ ഫോം ചെയ്യപ്പെടേണ്ട റൂളുകളാണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബേസിക് ഐഡിയ നമുക്ക് മനസ്സിലായി. പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പിൾസ് ആർ എ സെറ്റ് ഓഫ് റൂൾസ്. എങ്ങനെയായിരിക്കണം? ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റ്സ്. എവരി സബ്ജക്റ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പ്രിൻസിപ്പിൾസ്. എല്ലാ സബ്ജക്റ്റുകൾക്കും അതിൻ്റേതായ പ്രിൻസിപ്പിൾസ് ഉണ്ട്. മാനേജ്മെൻറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പ്രിൻസിപ്പിൾസ്. മാനേജ്മെൻറ്റിനും അതിൻ്റേതായ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ? പ്രിൻസിപ്പിൾസ് റൂൾസ് ആണ്, അത് ഗൈഡ് ലൈൻസ് ആണ് തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പോൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസോ? മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഗിവ് ഗൈഡ് ലൈൻസ്. ആർക്ക് ഗൈഡ് ലൈൻസ് നൽകുന്നു? ടു മാനേജേഴ്സ്. എന്തിന്? ഫോർ ടേക്കിംഗ് ഡിസിഷൻ. അപ്പോൾ മാനേജേഴ്സിന് ശരിയായ തീരുമാനങ്ങളിലേക്ക് എത്തുവാൻ സഹായിക്കപ്പെടുന്ന മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ റൂൾസാണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഗിവ് ഗൈഡ് ലൈൻസ് ടു ദ മാനേജേഴ്സ് ഫോർ ടേക്കിംഗ് ഡിസിഷൻ. ഇനി പ്രിൻസിപ്പിളും ടെക്നിക്സും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഗൈഡ് ലൈൻസ് ആണ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള ഗൈഡ് ലൈൻസ് ആണെങ്കിൽ ടെക്നിക്സ് എന്ന് പറയുന്നത് പ്രൊസീജിയേഴ്സ് ഓർ മെത്തേഡ്സ് ഫോർ അറ്റൈനിങ് ദ ഒബ്ജക്റ്റീവ്. പ്രൊസീജിയേഴ്സ് ആണ് അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ് എന്ത് അറ്റൈൻ ചെയ്യാൻ? നമ്മൾ എന്ത് തീരുമാനിച്ചോ തീരുമാനിച്ചത് പൂർത്തീകരിക്കാനുള്ള മെത്തേഡ്സുകളാണ്, പ്രൊസീജിയറുകളാണ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്. പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്ക് ചെയ്യാൻ സഹായിക്കപ്പെടുന്ന മാർഗനിർദ്ദേശങ്ങളാണ്. ഇനി നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇത്തരം മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് പറയേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഗൈഡ് ലൈൻസ് ആണ്, ജനറൽ ഗൈഡ് ലൈൻസ് ആണ്. എവിടെ ഓർഗനൈസേഷനുണ്ടോ, എവിടെ മാനേജ്മെൻ്റ് ഉണ്ടോ അവിടെ എല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന തരത്തിലായിരിക്കണം ഈ റൂൾസ്. അതുകൊണ്ടാണ് അതിനെ പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം എവിടെ ഓർഗനൈസേഷനുണ്ടോ എന്ന് പറഞ്ഞാൽ എവിടെയും അപ്ലൈ ചെയ്യാൻ കഴിയണം. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. യൂണിവേഴ്സൽ ആപ്ലിക്കബിൾ ആണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. രണ്ടാമത്
ജനറൽ ഗൈഡ് ലൈൻസ് ആണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ജനറൽ ഗൈഡ് ലൈൻസ്. പൊതുവായ മാർഗ്ഗനിർദ്ദേശങ്ങളാണ്. ഓർഗനൈസേഷൻ എവിടെയുണ്ടോ അവിടെ എല്ലാം പാലിക്കപ്പെടേണ്ടതായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. മൂന്നാമത്, ഇത് വെറുതെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതല്ല. എങ്ങനെയാ? ഫോംഡ് ബൈ പ്രാക്ടീസസ് ആൻഡ് എക്സ്പെരിമെൻറ്റ്സ്. ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് തയ്യാറാക്കിയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. സയൻറ്റിഫിക് ഒബ്സർവേഷനിലൂടെ, എക്സ്പെരിമെൻറ്റ്സിലൂടെ, പാസ്റ്റ് എക്സ്പീരിയൻസിലൂടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. നാലാമത്, ഫ്ലെക്സിബിൾ. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷൻ സൈസിനനുസരിച്ച്, നേച്ചറിനനുസരിച്ചൊക്കെ വ്യത്യാസപ്പെടാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെയെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. എങ്കിലും ഓർഗനൈസേഷൻ്റെ സൈസും നേച്ചറിനും അനുസരിച്ച് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ. അതാണ് ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഹ്യൂമൻ അല്ലെങ്കിൽ മെയിൻലി ബിഹേവിയറൽ എന്ന് പറയാൻ കാരണം ഓർഗനൈസേഷനിലെ പ്രധാന എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആയതുകൊണ്ട് ഹ്യൂമൻ ബീയിങ്സിനാണ് ആഗ്രഹങ്ങളും ചിന്തകളും അല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉള്ളത്. ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ അല്ലെങ്കിൽ വ്യത്യസ്തമായ ചിന്തകളെ ഓർഗനൈസേഷൻ്റെ നീഡിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ അവർക്ക് ആവശ്യമാണ്. ആ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതാണ് ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. അതാണ് ബിഹേവിയറൽ എന്ന പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത കോസസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങളാണ് പറയുന്നത്. ഉദാഹരണത്തിന് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സുപ്പീരിയറിൽ നിന്നും ഒരു സബോർഡിനേറ്റ് ഓർഡർ സ്വീകരിക്കുമ്പം സ്വാഭാവികമായും അത് പെർഫോം ചെയ്യുന്ന അദ്ദേഹത്തിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, കൃത്യമായി മനസ്സിലാകുന്നതും അത് ചെയ്യാൻ വിഷമമൊന്നുമില്ല. എന്നാൽ ഒരു സമയത്ത് ഒന്നിലധികം സുപ്പീരിയേഴ്സിൽ നിന്നും ഓർഡർ സ്വീകരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അവിടെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഒന്നിലധികം സുപ്പീരിയേഴ്സിൽ നിന്ന് ഒരേ സമയത്ത് ഓർഡർ സ്വീകരിക്കുന്നതും ഒരു സുപ്പീരിയറിൽ നിന്നും ഒരു ഓർഡർ സ്വീകരിക്കുകയും തമ്മിൽ വ്യത്യാസം. രണ്ടിനും രണ്ട് റിസൾട്ടാണുള്ളത്. ഒന്നിൽ സംശയമില്ല, നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ളതിന് സംശയമില്ല. മറ്റേത് സംശയമാണ്, എന്താ ചെയ്യേണ്ടത്. ഇറ്റ് മേക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ യൂണിറ്റി ഓഫ് കമാൻഡ്. നമ്മളതിന് പഠിക്കും. അടുത്തത് കണ്ടിൻജൻറ്റ്. അതായത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ടു ബി അപ്ലൈഡ് അക്കോർഡൻസ് വിത്ത് ദ സിറ്റുവേഷൻസ്. നമുക്കറിയാം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സിറ്റുവേഷൻ ബൗണ്ടാണ്. ഓരോ ഓർഗനൈസേഷനും ഓർഗനൈസേഷൻ്റെ നീഡ് അനുസരിച്ചും ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ അനുസരിച്ചും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ സിറ്റുവേഷൻ അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ. അടുത്തത് ഓൾ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ഈക്വൽ ഇമ്പോർട്ടൻറ്റ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എല്ലാം തന്നെ തുല്യ പ്രാധാന്യമുള്ളതാണ്. കാരണം ഈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഗൈഡ് ലൈൻസ് ആണ്. ഈ ഗൈഡ് ലൈൻസിൽ ഒന്നിനു പോലും ഒഴിവാക്കാൻ പറ്റുന്നതല്ല, എല്ലാത്തിനും തുല്യ പ്രാധാന്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 8 പോയിൻ്റാണ് നമ്മൾ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 യൂണിവേഴ്സൽ ആപ്ലിക്കബിളാണ്, 2 ഫ്ലെക്സിബിളാണ്, അതേപോലെ ഗൈഡ് ലൈൻസ് ആണ്, ബിഹേവിയറലാണ്, കോസസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്, ദെൻ കണ്ടിൻജൻറ്റ് നേച്ചറാണ്. എല്ലാ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. അടുത്ത് നമുക്ക് പറയേണ്ടത് സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ്. കാരണം പ്രിൻസിപ്പിൾസിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്ത് പറയുന്നത്. അതിലാദ്യം പറയുന്നത് പ്രൊവൈഡിങ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി. മാനേജേഴ്സിൻ്റെ ഉൾക്കാഴ്ചകളെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുവാൻ, അവരുടെ എബിലിറ്റി ഇൻക്രീസ് ചെയ്യുവാൻ, അവൻ്റെ നോളജസിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കപ്പെടുന്ന കുറേ മാർഗ്ഗനിർദ്ദേശങ്ങളാണ് പ്രിൻസിപ്പിൾസ്. അതുകൊണ്ട് കൺഫ്യൂഷൻ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകാതെ കൃത്യമായ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഗൈഡ് ലൈൻസ് ആണ് പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ് ആദ്യത്തെ പ്രത്യേകത. രണ്ടാമത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമുക്കറിയാം റിസോഴ്സസ് എല്ലാം സ്കേഴ്സാണ്. അപ്പോൾ ഒന്നും നമുക്ക് വേസ്റ്റ് ആക്കാൻ പാടില്ല. അപ്പോൾ കൃത്യമായ ഈ റിസോഴ്സസുകളെ എങ്ങനെ നമുക്ക് പരമാവധി ഉപയോഗിക്കാം, അതിന് എന്തെല്ലാം മാർഗ്ഗനിർദ്ദേശങ്ങൾ ആവശ്യമാണ്. സോ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഈ റൂൾസ് നമുക്കതിനുള്ള ഗൈഡ് ലൈൻസ് നൽകുന്നു. അതാണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. മൂന്നാമത് സയൻറ്റിഫിക് ഡിസിഷൻ. മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത് വേഗമായിട്ട് എടുക്കുന്നതല്ല. വേഗമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന റിസൾട്ടുകളൊന്നും തന്നെ ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായും വ്യക്തമായും തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അത് സയൻറ്റിഫിക്കലായിട്ട് ഡിസിഷൻസ് എടുക്കണം. അപ്പോൾ സയൻറ്റിഫിക് ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. അടുത്ത പോയിന്റിൽ പറയുന്നത്
മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റൽ റിക്വയർമെൻറ്റ്സ്. നമുക്കറിയാം എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിളാണ്. അപ്പോൾ അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ മാറ്റങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ഒരു എബിലിറ്റി മാനേജേഴ്സിനുണ്ടാവണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് നമുക്ക് അതിനുള്ള ഗൈഡ് ലൈൻസ് നൽകുന്നു. എങ്ങനെ നമുക്ക് ചേഞ്ചസുകളെ, വെല്ലുവിളികളെ ഫേസ് ചെയ്യാം, എങ്ങനെ മാറ്റങ്ങളുണ്ടായാൽ ആ മാറ്റങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാം, അതിനുള്ള ഗൈഡ് ലൈൻസ് കൂടിയാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നൽകുന്നത്. അടുത്തത് ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിലെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ മറ്റൊരു റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ മറ്റൊരു ഒബ്ജക്റ്റാണ്. ബിസിനസ്സിൻ്റെ പ്രൈം എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണെങ്കിലും അത് സൊസൈറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളതുകൊണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ളതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്കറിയാം. അതായത് ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ഫെയർ പ്രൈസിൽ കൊടുക്കുക, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, എംപ്ലോയീസിൻ്റെ വെൽഫെയർ ഉറപ്പാക്കുക. അങ്ങനെ സൊസൈറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം, അതിനുള്ള ഗൈഡ് ലൈൻസും പ്രിൻസിപ്പിൾസ് നൽകുന്നു. അടുത്തത് മാനേജ്മെൻറ്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. എ വെൽ ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്. എ വെൽ ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഈസ് എസെൻഷ്യൽ. വ്യക്തമായ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള ബോഡി ഓഫ് നോളജ് ഉള്ളതുകൊണ്ട് വ്യക്തമായി നമുക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. എങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ബിസിനസ് സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യും, അതേപോലെ എങ്ങനെ കൃത്യമായി അവരെ ട്രെയിൻ ചെയ്യിക്കും. അപ്പോൾ അതിനൊക്കെ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ നമുക്ക് സഹായിക്കുന്നു ഈ പ്രിൻസിപ്പിൾസ്. എന്താണെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കണം നമ്മൾ ബിസിനസ് സിറ്റുവേഷൻസിനെ കൈകാര്യം ചെയ്യേണ്ടത്, അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് അല്ലെങ്കിൽ ട്രെയിനിങ് നൽകുന്നതിനായിട്ട് നമുക്കൊരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് തന്നെയുണ്ട്. അത് പ്രിൻസിപ്പിൾസിൻ്റെ മറ്റൊരു നേട്ടമാണ്. അടുത്തത് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. സ്വാഭാവികമായിട്ട് ഇത്തരം കൃത്യമായ നിർദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ പോസിബിളാണ്. അപ്പോൾ എഫക്റ്റീവായ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ സഹായിക്കുന്നതിന് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് സഹായിക്കുന്നു. അടുത്ത അച്ചീവിങ് റിസൾട്ട് എക്കണോമിക്കലി. ഇദ്ദേഹം പറഞ്ഞ പോയിന്റുകളിൽ നമുക്ക് മനസ്സിലാകും എന്തായാലും ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നത് വഴി ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള നഷ്ടങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഓർഗനൈസേഷൻ്റെ റിസൾട്ട് നമുക്ക് എക്കണോമിക്കലി അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഈ പറയപ്പെടുന്നതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രാധാന്യം. ഇനി നമുക്ക് പ്രിൻസിപ്പിൾസ് നൽകിയിരിക്കുന്ന പ്രധാനമായിട്ട് രണ്ട് വ്യക്തികളാണ്. ഒന്ന് ഹെൻറി ഫയോളും, രണ്ട് FW ടൈലറും. ഈ ഹെൻറി ഫയോളിനെ കുറിച്ച് പറയുമ്പോൾ ഈസ് പോപ്പുലർലി നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ജനറൽ മാനേജ്മെൻറ്റ്. ഫാദർ ഓഫ് മോഡേൺ ജനറൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഹെൻറി ഫയോൾ. ഇദ്ദേഹം 1841 ജനിച്ചു. ഒരു ഫ്രഞ്ച് കോൾ മൈനിങ് കമ്പനിയുടെ എൻജിനീയറായിട്ട് ജോയിൻ ചെയ്തു. പിന്നീട് ആ സംരംഭത്തിൻ്റെ തന്നെ മാനേജിംഗ് ഡയറക്ടറായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ലോങ് എക്സ്പീരിയൻസസിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയ സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ഇൻഡസ്ട്രിയൽ ആൻഡ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന പുസ്തകത്തിൽ നിന്നും അത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളാണ്. ഈ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ സജഷൻസാണ്. ഈ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ സജഷൻ 14 കൽപ്പനകളായിട്ട് തന്നെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം നൽകിയിരിക്കുന്ന ഈ 14 സജഷനും നമ്മൾ 14 പ്രിൻസിപ്പിളായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പ്രിൻസിപ്പിൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും ഇതിൽ ഒരെണ്ണം പോലും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. അത്രത്തോളം പ്രാധാന്യം ഈ പ്രിൻസിപ്പിൾസിനുണ്ട്. ആ 14 പ്രിൻസിപ്പിൾസാണ് പ്രധാനമായും നമ്മൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ പ്രിൻസിപ്പിളാണ് ഡിവിഷൻ ഓഫ് വർക്ക്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ the entire work of an organization is divided into number of units. നമുക്ക് എല്ലാ വർക്കും എല്ലാവരും കൂടെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഓർഗനൈസേഷൻ നമ്മൾ ചെയ്യേണ്ട വർക്കിനെ ഓരോരോ യൂണിറ്റുകളാക്കി മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ യൂണിറ്റും എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിക്കുക. അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ കണ്ടിന്യൂസ് ആയിട്ട് ആ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എ വർക്ക്, കൃത്യമായ രീതിയിൽ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെഗുലറായിട്ട് ആ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞേക്കാണ് വർക്കിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡഡ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് ആയിട്ട് ടോട്ടൽ വർക്കിനെ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോ യൂണിറ്റും നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിക്കുക. അപ്പോൾ നമുക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും.
ദ മോർ ദ സ്പെഷ്യലൈസേഷൻ, എല്ലാവരും സ്പെഷ്യലൈസ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് റിസൾട്ടും വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഫിനാൻസ് ചെയ്യേണ്ട, അവർക്ക് നമുക്ക് ആവശ്യമായുള്ള പണം സ്വരൂപിക്കുക, പണപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അത് പർച്ചേസ് ചെയ്യാൻ വേറെ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ദെൻ പ്രൊഡക്ഷൻ നടത്താൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ പല തരത്തിൽ നമ്മൾ വർക്കിനെ ഡിവൈഡ് ചെയ്യുന്നുള്ള ഗുണം എന്താ വെച്ചാൽ ആ വർക്ക് ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്ന വർക്കിൽ അവർക്ക് കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയപ്പെടുന്ന പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുക. അപ്പോൾ അതാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തമായി മനസ്സിലായെന്ന് തോന്നുന്നു. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് വെച്ചാൽ ദ എൻറ്റയർ വർക്ക് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് യൂണിറ്റ്സ് ആൻഡ് ഈച്ച് വർക്ക് ഈസ് എൻട്രസ്റ്റഡ് ടു ദോസ് പേഴ്സൺ ഹു ഈസ് മോസ്റ്റ് സ്യൂട്ടഡ് ടു പെർഫോം ഇറ്റ്. അതുവഴി എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്? ദാറ്റ് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. രണ്ടാമത്തതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. എന്താണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി? അതോറിറ്റി ഈസ് ദ റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സിന് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുള്ള അധികാരത്തെ വിളിക്കുന്ന പേരാണ് അതോറിറ്റി. എന്താണ് റെസ്പോൺസിബിലിറ്റി? റെസ്പോൺസിബിലിറ്റി ഈസ് ദ ഡ്യൂട്ടി ടു ഒബേ ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂഡ് ബൈ ദ സുപ്പീരിയർ ഇഷ്യൂ ചെയ്ത ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും പാലിക്കാനുള്ള നമ്മുടെ കർത്തവ്യത്തെ വിളിക്കുന്ന പേരാണ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴും സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പിനനുസരിച്ചായിരിക്കണം ലേബറിനെ വിന്യസിച്ചിരിക്കേണ്ടത്. അധികാരമുള്ള വ്യക്തി, അധികാരം കുറഞ്ഞ വ്യക്തി എന്നുള്ള രീതിയിൽ ലേബേഴ്സിനെ കൃത്യമായി വിന്യസിക്കണം. അധികാരങ്ങൾ കൂടുന്നതിനനുസരിച്ച് ലേബേഴ്സിനെ കൃത്യമായ തട്ടുകളാക്കുക. അപ്പോൾ സ്വാഭാവികമായും അധികാരം കൂടിയ വ്യക്തി എന്നും കുറഞ്ഞ വ്യക്തി എന്നും വരുമ്പോൾ ആർക്ക് ഓർഡറുകൾ ഇഷ്യൂ ചെയ്യണം, ആരെ അനുസരിക്കണം എന്ന് കൃത്യമായി അവിടെ അറിയാൻ കഴിയും. അതുകൊണ്ട് ഓർഗനൈസേഷൻ തീർച്ചയായും അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പിനനുസരിച്ചായിരിക്കണം ലേബേഴ്സിനെ വിന്യസിക്കേണ്ടത്. അപ്പം അതോറിറ്റി ഉള്ള ആൾ ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് സബോർഡിനേറ്റ്സിന് കൊടുക്കും, സബോർഡിനേറ്റ്സ് അത് കൃത്യമായി പാലിക്കുകയും ചെയ്യും. അപ്പോൾ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന മറ്റൊരു പ്രിൻസിപ്പിൾ കൃത്യമായും എല്ലാ ഓർഗനൈസേഷനിലും വേണം. എല്ലാവരും അതോറിറ്റി ഉള്ളവരാണ്, എല്ലാവരും തുല്യ ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പറയാൻ ആളുണ്ടാവില്ല, ചെയ്യാനും ആളുണ്ടാവില്ല. കാരണം പറയാനും ചെയ്യാനും എന്നുള്ള രീതിയിൽ ലേബേഴ്സിനെ നമ്മൾ വിന്യസിച്ചിട്ടില്ല. എല്ലാവരും ഒരേ അധികാരമുള്ള വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പറയാൻ ആളുണ്ടാവും, ചെയ്യാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് പറയാണ് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ആർ ദ ടു സൈഡ്സ് ഓഫ് എ സെയിം കോയിൻ. അതോറിറ്റി ഉണ്ടെങ്കിലേ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ, റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിലേ അതോറിറ്റി ഉള്ളൂ. പറയാൻ ആളുണ്ടെങ്കിലേ ചെയ്യാൻ ആളുണ്ടാവും, ചെയ്യാൻ ആളുണ്ടെങ്കിൽ പറയാൻ ആൾ ഉണ്ടായെങ്കിൽ മാത്രമേ ചെയ്യാനും ആളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കൃത്യമായ രീതിയിൽ ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തതാണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാനുള്ള മര്യാദയാണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ മീൻസ് ഗെറ്റിംഗ് ഒബീഡിയൻസ് ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് എ കൺസേൺ. ഓരോ ഓർഗനൈസേഷനും അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഡിസിപ്ലിൻ ഉണ്ടാവും. ആ ഡിസിപ്ലിൻ പാലിക്കുക. ഡിസിപ്ലിൻ പാലിക്കുന്ന വഴി കൃത്യമായ രീതിയിൽ അവിടുത്തെ ഫങ്ഷൻസ് വ്യക്തമായി നടന്നു പോകും. ഓർഡറുകളോ ഇൻസ്ട്രക്ഷൻസ് പാലിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ ഓർഗനൈസേഷൻ്റേതായ ഡിസിപ്ലിൻസ് നമ്മൾ പാലിക്കണം. കൃത്യസമയം 10 മണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ 9 മണി എന്ന് പറയുന്ന ടൈം ഫിക്സ് ചെയ്തിരിക്കുകയാണെങ്കിൽ 9 മണി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വരും. യൂണിഫോം ധരിക്കണം എന്ന് പറഞ്ഞാൽ യൂണിഫോം ധരിക്കണം. നോ സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ സ്മോക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാനുള്ള മര്യാദയാണ് ഡിസിപ്ലിൻ. അപ്പോൾ അത് മസ്റ്റാണ്. കാരണം ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ 10 മണിക്ക് സ്കൂളിൽ കയറണം എന്ന് പറഞ്ഞാൽ 10:30 അവിടെ നോക്കാൻ ആളില്ലെങ്കിൽ 10:30 വന്നാലും നോക്കാൻ ആളില്ല. അപ്പോൾ നമ്മളവിടെ പലരും പല സമയത്ത് വരും. പല സമയത്ത് വന്നാൽ ഒരു കാരണവശാലും ആ സ്കൂളിൻ്റെ പ്രവർത്തനം കൃത്യമായി നടക്കില്ല. അതിനെന്ത് വേണം? കൃത്യമായി അധ്യാപകരും വിദ്യാർത്ഥികളും സമയനിഷ്ഠ പാലിക്കണം. യൂണിഫോം ധരിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ യൂണിഫോം ധരിച്ചുകൊണ്ട് വരണം. 10 പേര് ധരിക്കുകയും ഒരാൾ ധരിക്കാതിരിക്കുകയും ചെയ്താൽ അവിടുത്തെ ഡിസിപ്ലിൻ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിസിപ്ലിൻ ഇല്ലാതായാൽ എന്താ സംഭവിക്കുക? ഡിസിപ്ലിൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ തകരാറിലാവും. അപ്പോൾ ഡിസിപ്ലിൻ കൃത്യമായി പാലിക്കാതിരുന്നാൽ അവിടെ പണിഷ്മെൻ്റ് ഉണ്ടാകണം എന്നുള്ളതാണ് അടുത്തത്. അതാണ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഫ് ഡിസിപ്ലിൻ ഈസ് വയലേറ്റഡ്, ഡിസിപ്ലിൻ വയലേറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി പണിഷബിൾ. അടുത്തതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ പോയിന്റ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ കമാൻഡിൽ യൂണിറ്റി ഉണ്ടാവണം. എന്താണ് കമാൻഡിൽ യൂണിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു സബോർഡിനേറ്റ് ഒരു സമയം ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഓർഡർ സ്വീകരിക്കാൻ പാടുള്ളൂ. ഒന്നിലധികം സുപ്പീരിയേഴ്സ് നിന്നുകൊണ്ട് ഒരാൾക്ക് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ
അയാളെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായ രീതിയിൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ഓർഡർ കൊടുക്കുന്ന കാര്യത്തിലായാലും നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലായാലും കൃത്യമായ കമാൻഡിലൊരു യൂണിറ്റി ഉണ്ടാവണം. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് ആൻ എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഓൺലി വൺ സുപ്പീരിയർ അറ്റ് വൺ ടൈം. അത് പെർഫോം ചെയ്തതിന് ശേഷം അടുത്ത ഓർഡർ സ്വീകരിക്കുക. അപ്പോൾ ഡ്യുവൽ കമാൻഡ് വന്നു കഴിഞ്ഞാൽ, ഒന്നിലധികം കമാൻഡുകൾ വന്നാൽ അത് കൺഫ്യൂഷന് കാരണമാകും, കോൺഫ്ലിക്റ്റിന് കാരണമാകും. അതുകൊണ്ട് ഓർഗനൈസേഷൻ ഒരിക്കലും ഡ്യുവൽ കമാൻഡിങ് പാടില്ല, യൂണിറ്റി ഓഫ് കമാൻഡ് ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. അടുത്ത പ്രിൻസിപ്പിൾ പറയുന്നത് ഇതാണ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി ഹാവിംഗ് ദ സെയിം ഒബ്ജക്റ്റീവ് there should be one head and one plan. It helps the effective achievement of organization. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഹെഡ് ഉണ്ടാവും, ഫിനാൻസ് മാനേജർ ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ സ്റ്റാഫ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് അവരുടെ ഒബ്ജക്റ്റ് ഫിനാൻസുമായി ബന്ധപ്പെട്ടതാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും, അവർക്കൊരു പ്ലാൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആയിരിക്കണം, അല്ലാതെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ചേർന്ന് ഒരു ഒബ്ജക്റ്റ് ഫോം ചെയ്തിട്ട് അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യാൻ പാടില്ല. ഫോർ എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി ഹാവിങ് സെയിം ഒബ്ജക്റ്റീവ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റിക്ക് ഒരു പ്ലാനും ഒരു ഹെഡും ഉണ്ടാവണം, അല്ലേ? അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വിഷയം തന്നെ എല്ലാ വിഷയവും കൂടി ഒരാൾ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നാളെ ഏതാ വിഷയം എടുക്കുന്ന അറിയത്തില്ല, നമുക്ക് കൺഫ്യൂഷൻ ആവും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അതിന് പകരം നമ്മൾ ടൈം ടേബിൾ വരും കൃത്യമായിട്ട്, അല്ലേ? അപ്പോൾ അതിൻ്റെ ബുക്കും അതിൻ്റെ ആവശ്യമായ സംഭവങ്ങൾ നമ്മൾ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ സിസ്റ്റം അങ്ങനെ ആയിരിക്കണം, ഇതുപോലെ ആയിരിക്കണം ഓർഗനൈസേഷൻ്റെ. ഡയറക്ഷനിൽ യൂണിറ്റി ഉണ്ടാവണം. ആറാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. സബോർഡിനേഷൻ എന്തിന്? സെക്കൻഡ് പ്രയോറിറ്റി എപ്പോഴും പേഴ്സണൽ ഇൻട്രസ്റ്റിനായിരിക്കണം, ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഗ്രൂപ്പ് ഇൻട്രസ്റ്റിനായിരിക്കണം. ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓർഗനൈസേഷൻ ആയിരിക്കണം. എപ്പോഴും വ്യക്തികൾക്ക് മുകളിലാണ് സംരംഭം, അല്ലേ? കാരണം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എപ്പോഴും പ്രയോറിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ എയിമിന് സെക്കൻഡ് പ്രയോറിറ്റിയും ഓർഗനൈസേഷൻ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റിയും ആയിരിക്കണം. ഉദാഹരണത്തിന് ഞാനൊരിക്കൽ എൻ്റെ പേഴ്സണൽ താല്പര്യത്തിന് വേണ്ടി താമസിച്ചു വന്നാൽ അത് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഓർഗനൈസേഷൻ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി, സെക്കൻഡ് പ്രയോറിറ്റി പേഴ്സണൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആൻ ഓർഗനൈസേഷൻ ഈ സുപ്പീരിയർ ടു ഇൻഡിവിജ്വൽ, എപ്പോഴും വ്യക്തിക്ക് മുകളിലാണ് സംരംഭം. അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ്റെ താല്പര്യം എപ്പോഴും എന്തിനും മുകളിലായിരിക്കണം? വ്യക്തികളുടെ താല്പര്യത്തിന് മുകളിലായിരിക്കണം. അതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വർക്ക് ചെയ്യുന്ന സംരംഭത്തിനായിരിക്കണം പ്രാധാന്യം, നമ്മളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് സെക്കൻഡ് പ്രയോറിറ്റിയെ കൊടുക്കാൻ പാടുള്ളൂ. അടുത്ത റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം വർക്ക് ചെയ്യപ്പെടുന്നത് പണത്തിന് വേണ്ടി തന്നെയാണ്. പക്ഷേ ഒരു ഓർഗനൈസേഷനിലെ 2 എംപ്ലോയി, അത് മെയിലോ ഫീമെയിലോ ആയിക്കോട്ടെ, അല്ലേ? അപ്പോൾ അവർക്ക് കൊടുക്കപ്പെടുന്ന ശമ്പളത്തിൽ 2 പേർക്കും ഒരേ വർക്ക് ചെയ്യുന്നവർക്ക് 2 ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അവിടെ ഒരു മാനസിക പ്രശ്നത്തിന് സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഓർഗനൈസേഷനിൽ സ്വാഭാവികമായും നമ്മൾ വർക്ക് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ന്യായമായ പ്രതിഫലം ലഭിക്കണം. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പ്രധാന താല്പര്യം എന്ന് പറയുന്നത് അതിൻ്റെ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്. എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആകണമെങ്കിൽ അവരുടെ കൃത്യമായ വെൽഫെയറും അവർക്ക് കൃത്യമായ ശമ്പളവും ലഭിക്കണം. അപ്പോൾ ശമ്പളം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അതിനെന്തുണ്ടാവണം? ഫെയർ ആയിരിക്കണം, ജസ്റ്റ്, ന്യായമായിരിക്കണം, നീതിയുക്തമായിരിക്കണം. അപ്പോൾ റെമ്യൂണറേഷൻ ദാറ്റ് ഈസ് പെയ്ഡ് ടു ദ പേഴ്സൺസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് ബി ഫെയർ ആൻഡ് ജസ്റ്റ്. ന്യായമായതും നീതിയുക്തമായിട്ടുള്ള രീതിയിലുള്ള സാലറി അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ആയിരിക്കണം ഓരോ എംപ്ലോയിക്കും കിട്ടേണ്ടത്. എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ എംപ്ലോയിക്ക് സംരംഭത്തോട് താല്പര്യം ഉണ്ടാവൂ. എംപ്ലോയീസിനെ മൊറയിൽ ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഓർഗനൈസേഷന് വേണ്ടി അവർ ആത്മാർത്ഥമായി വർക്ക് ചെയ്യൂ. അപ്പം ഞാനൊരു സംരംഭത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ സംരംഭം എൻ്റെ വെൽഫെയറും എൻ്റെ സാലറിയും പ്രൊട്ടക്റ്റ് ചെയ്ത് തരണം. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് അതിൻ്റെ എംപ്ലോയീസിൻ്റെ നിലനിൽപ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ന്യായമായ വേതനം കൊടുത്തെങ്കിലേ പറ്റൂ. അടുത്ത പോയിൻ്റാണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്രീകരണം. അതായത് ഒരു ഓർഗനൈസേഷനിൽ ടോപ്പ് മാനേജ്മെൻറ്റാണ് എപ്പോഴും ഡിസിഷൻ മേക്കേഴ്സ്. എന്നാൽ പരിപൂർണമായ തീരുമാനമെടുപ്പും പൂർണ്ണമായും ടോപ്പ് മാനേജ്മെൻറ്റിൽ ഏൽക്കുകയും
അവരെടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള തീരുമാനത്തെ വിളിക്കുന്ന പേരാണ് സെൻട്രലൈസ്ഡ് ഡിസിഷൻ. അതായത് ഡിസിഷൻ മേക്കിംഗ് പവർ പൂർണ്ണമായും ടോപ്പ് മാനേജ്മെൻറ്റിൽ മാത്രം കേന്ദ്രീകരിക്കുകയും ബാക്കിയുള്ളവരെല്ലാം അടിമകളെപ്പോലെ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ടോപ്പ് മാനേജ്മെൻറ്റ് എന്ത് തീരുമാനം എടുത്താലും ആ തീരുമാനങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് അടിച്ചേൽപ്പിച്ച് ചെയ്യിക്കുന്ന ഒരു രീതിയിലേക്ക് വരും. ഇപ്പോൾ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. സെൻട്രലൈസേഷൻ മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ഇൻ ഫ്യൂ ഹാൻഡ്സ്. അധികാരം ചില വ്യക്തികളുടെ കയ്യിൽ മാത്രം കേന്ദ്രീകൃതമായിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അധികാര വികേന്ദ്രീകരണമാണ്. അതായത് ടോപ്പ് മാനേജ്മെൻറ്റ് മാത്രമല്ല, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഉൾപ്പെടുന്ന ലോവർ ലെവൽ മാനേജ്മെൻറ്റിനെ കൂടി തീരുമാനമെടുക്കുന്നതിൻ്റെ ഭാഗമാക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡീസെൻട്രലൈസേഷൻ. അതായത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്വാഭാവികമായും വർക്കേഴ്സുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ലോവർ ലെവൽ മാനേജ്മെൻറ്റ് പേഴ്സണിനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവിടെ വർക്കേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ സജഷൻസ് ഇതെല്ലാം കൃത്യമായും പരിഗണിച്ചുകൊണ്ടുള്ളൊരു തീരുമാനമാണെങ്കിൽ സ്വാഭാവികമായും വർക്കേഴ്സിൻ്റെ ഒരു കോപ്പറേഷൻ ഉണ്ടാവും. അപ്പോൾ പൂർണ്ണമായി രാജാവ് കൽപ്പിക്കുന്നത് പോലെ സെൻട്രലൈസ്ഡ് തീരുമാനമാണ് രാജാവ് എന്ത് തീരുമാനിക്കുന്നു അത് മറ്റുള്ളവർ ചെയ്യുക. അല്ലാതെ മറ്റുള്ളവർ അനുഭവിക്കപ്പെടുന്ന വിഷമോ പ്രയാസമോ ഒന്നും രാജാവിന് അറിയേണ്ട കാര്യമില്ല. അപ്പോൾ അതൊരു അതോറിറ്റി ഒരു വ്യക്തിയുടെ കയ്യിൽ മാത്രം ഇരിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. എന്നാൽ പ്രജ അനുഭവിക്കപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ കൂടി പരിഗണിക്കാൻ രാജാവ് തയ്യാറാകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പ്രജകൾക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും സെൻട്രലൈസ്ഡും ആകരുത്, പൂർണ്ണമായിട്ടും ഡീസെൻട്രലൈസ്ഡും ആകരുത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, പൂർണ്ണമായും സെൻട്രലൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ അദ്ദേഹം മനസ്സിലാക്കപ്പെടുന്നില്ല. പൂർണ്ണമായിട്ടും ഡീസെൻട്രലൈസ്ഡ് ആയുള്ള പ്രശ്നം എന്താ? എപ്പോൾ തീരുമാനം എടുത്താലും എല്ലാവരോടും ചേർന്ന് തീരുമാനം എടുക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ബിസിനസ് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം ഇപ്പോഴും വർക്കേഴ്സിൻ്റെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ അവിടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എല്ലാവരും അറിയും. അപ്പം ബിസിനസ് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഡീസെൻട്രലൈസേഷൻ്റെ ഒരു പോരായ്മ. അപ്പോൾ അതുകൊണ്ട് പ്രധാന തീരുമാനങ്ങൾ അല്ലെങ്കിൽ സീക്രസിയുള്ള മെയിൻറ്റെയിൻ ചെയ്യേണ്ട തീരുമാനങ്ങൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എടുക്കുകയും എന്നാൽ ചില കാര്യങ്ങളിൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റിനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ ഹെൻറി ഫേൾ പറയുന്ന ഇതാണ്, പൂർണ്ണമായിട്ടും സെൻട്രലൈസ്ഡ് ആവരുത്, എന്നാൽ പൂർണ്ണമായിട്ടും ഡീസെൻട്രലൈസ്ഡും ആകരുത്. സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും പ്രോപ്പർ ബാലൻസിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിൻ്റാണ് സ്കാലാർ ചെയിൻ. സ്കാലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ ദ ചെയിൻ ഓഫ് ലേബർ റേഞ്ചിങ് ഫ്രം ദ അൾട്ടിമേറ്റ് അതോറിറ്റി ടു ദ ലോവസ്റ്റ് ലെവൽ ഇൻ എ കൺസേൺ ഇൻ എ വെർട്ടിക്കൽ ഓർഡർ. ഒരു ഓർഗനൈസേഷൻ്റെ ലേബറിനെ അവരുടെ അധികാരങ്ങളുടെ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അടുക്കി വയ്ക്കുമ്പോൾ അതൊരു ചെയിൻ പോലെ നമുക്ക് തോന്നും. ഒരു ചെയിൻ്റെ പ്രത്യേകത പരസ്പരം കണക്റ്റഡ് ആണ്. എന്നാൽ ചെയിനൊരു ടോപ്പും ഉണ്ടാവും, ഒരു ബോട്ടം ഉണ്ടാവും. അപ്പം അധികാരങ്ങൾക്കനുസരിച്ച് മുകളിലോട്ട് പോകും തോറും അധികാരങ്ങൾ കൂടിക്കൂടി വരികയും താഴോട്ട് പോകും തോറും അധികാരങ്ങൾ കുറഞ്ഞു വരികയും ചെയ്യും. ഈ ലേബേഴ്സിനെ കൃത്യമായി നമ്മളൊരു ചെയിനിൽ രേഖപ്പെടുത്തിയാൽ ആ ചെയിനെ വിളിക്കുന്ന പേരാണ് സ്കാലാർ ചെയിൻ. അത് അധികാരം കൂടിയ വ്യക്തിയിൽ നിന്നും അധികാരം കുറഞ്ഞ വ്യക്തിയിലേക്ക് താഴേക്ക് വരും. ഇറ്റ്സ് എ ചെയിൻ ഓഫ് ലേബർ റേഞ്ചിങ് ഫ്രം ദ അൾട്ടിമേറ്റ് അതോറിറ്റി ടു ദ ലോവസ്റ്റ് ലെവൽ ഇൻ എ കൺസേൺ ഇൻ എ വെർട്ടിക്കൽ ഓർഡർ. ഇനി ഇതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ചെയിൻ എപ്പോഴും പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പോൾ താഴെയുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം മുകളിൽ എത്തിക്കണമെങ്കിൽ തൊട്ടു മുകളിലുള്ള ആൾ വഴി മാത്രമേ മുകളിലോട്ട് പോകാൻ പാടുള്ളൂ. ഫോമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടോപ്പിലിരിക്കുന്ന വ്യക്തിക്ക് ഒരു കാര്യം താഴേക്ക് എത്തിക്കണമെങ്കിൽ അത് അദ്ദേഹം നേരിട്ട് വിളിച്ച് താഴോട്ട് പറയുകയല്ല ചെയ്യുന്നത്, തൊട്ട് താഴെയുള്ള സബോർഡിനേറ്റ്സ് വഴി താഴേക്ക് എത്തും. അപ്പോൾ ഇങ്ങനെ പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ലേബേഴ്സിനെ കൃത്യമായി കണക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെയിൻ ഓഫ് ലേബർ എന്ന് പറയുന്നതാണ് സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ, സ്കാലാർ ചെയിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ, എമർജൻസി സിറ്റുവേഷനിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ക്ലർക്കിന് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ക്ലർക്കുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ അത് പ്രോപ്പർ അതോറിറ്റി വഴി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സമയം കൂടുതലെടുക്കും. മാത്രമല്ല മെസ്സേജ് പാസ് ചെയ്ത് വരുമ്പോൾ ഡിസ്റ്റോർഷൻ ഓഫ് മെസ്സേജുകളിൽ ശോഷണം സംഭവിക്കാം, നഷ്ടങ്ങൾ സംഭവിക്കാം, പറയുന്ന കാര്യമായിരിക്കണമെന്നില്ല അവിടെ എത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹെൻറി ഫേൾ തന്നെ പറയുന്നു, ആ പ്രശ്നം പരിഹരിക്കാൻ നമ്മളിവിടെ ഒരു എക്സാമ്പിളിൽ പറയുന്നുണ്ട്, ABCD എന്ന് പറയുന്ന ഒരു ലാഡറും അപ്പുറത്ത്
എ ബി സി ടി, അടുത്തത് LMNO. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിൽ രണ്ട് ലാഡറിലായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ എസ് എന്ന് പറയുന്നൊരു വ്യക്തിക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ABCD എന്ന് പറയും. ഡി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പുറത്തിരിക്കുന്ന ഓയിലേക്ക് എത്തണമെങ്കിൽ എ കഴിഞ്ഞ് എസ് കഴിഞ്ഞു അവിടുന്ന് മേളിൽ നിന്ന് പാസ് ചെയ്ത് മാത്രമേ താഴെയുള്ള ആളിലേക്ക് എത്തൂ. ഇത് വ്യക്തമായിട്ട് നമുക്ക് ക്ലാസ്സിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരേ തരത്തിലുള്ള വ്യക്തികൾക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ അവിടെ പോസിബിലിറ്റി ഇല്ല. കാരണം ചെയിൻ ബ്രേക്ക് ചെയ്ത് പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഹെൻറി ഫേർഡ് തന്നെ പറഞ്ഞു, സെയിം ലെവൽ പേഴ്സണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഈസിയായി. അതിന് അദ്ദേഹം ഒരു പേര് പറഞ്ഞേക്കുന്നു, അതായത് ദിസ് ചെയിൻ ഷുഡ് നോട്ട് ബി അവോയ്ഡ് ബൈ നോർമൽ കോഴ്സ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഈ ചെയിൻ ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സെയിം ലെവൽ പേഴ്സണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു ലാഡറിൽ ഒരു സംഭവം സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അത് സെയിം ലെവൽ പേഴ്സൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. അതിനെ ഗാങ് പ്ലാങ്ക് എന്ന് പറയും. ഗാങ് പ്ലാങ്ക് ആ സെയിം ലെവൽ പേഴ്സൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. അത് വ്യക്തമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പുസ്തകങ്ങളോടെ പരിശോധിക്കുക. മാത്രമല്ല നമുക്കത് ക്ലാസ്സിൽ വ്യക്തമായി പറയാം. അടുത്തത് ഓർഡർ. ഓർഡർ എന്ന് വെച്ചാൽ നമുക്കറിയാം ഈച്ച് ആൻഡ് എവരി പേഴ്സൺസ് മാത്രമല്ല, ഓർഡർ ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് തിങ്സ് പേഴ്സൺസ് ഇൻ പ്രോപ്പർ ഓർഡർ. എന്തും ആയിക്കോട്ടെ, മെന്നായിക്കോട്ടെ, മെറ്റീരിയൽ ആയിക്കോട്ടെ, മെഷീൻ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് പ്രോപ്പർ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ. കാരണം ഉദാഹരണത്തിന് നമ്മളൊരു ലൈബ്രറിയിൽ പോയാൽ അവിടെ പുസ്തകങ്ങൾ, പലതരത്തിലുള്ള പുസ്തകങ്ങളുണ്ടാവും. കഥയുണ്ടാവും, നോവലുകൾ, ചെറുകഥകൾ, കവിതകൾ, അങ്ങനെ പലതരത്തിലുള്ള പുസ്തകങ്ങളുണ്ടാവും. ഈ പുസ്തകങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ടാൽ ഒരു പുസ്തകം എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ പ്രയാസം. എന്നാൽ അത് കൃത്യമായി അടുക്കി വെച്ചാൽ, കഥകൾ, അതേപോലെ ചെറുകഥകൾ, നോവലുകൾ, കവിതകൾ ഇങ്ങനെ പ്രത്യേകം അടുക്കി വെച്ചാൽ നമുക്ക് അത് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ ആയിരിക്കണം ഓർഗനൈസേഷനിലെ അറേഞ്ച്മെൻറ്റ്സ്. കൃത്യമായും വ്യക്തമായും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ. അടുത്ത പോയിൻ്റാണ് ഇക്വിറ്റി. ഇക്വിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇക്വാളിറ്റി എന്നാണ്. അതായത് ഓർഗനൈസേഷനിൽ എപ്പോഴും ഒരേ പൊസിഷനിലിരിക്കുന്നവർ, അത് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, ഒരേ സ്ഥാനത്തിരിക്കുന്നവരെ എപ്പോഴും ഒരേ പരിഗണനയായിരിക്കണം ഉണ്ടാകേണ്ടത്. ഇക്വിറ്റി മീൻസ് ഇക്വാളിറ്റി വൈൽ ഡീലിംഗ് ഇൻ പീപ്പിൾ. അവിടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് പാടില്ല. എൻ്റെ ബന്ധുവാണ് അല്ലെങ്കിൽ എൻ്റെ സ്വന്തക്കാരനാണ് എന്നുള്ള താല്പര്യം പാടില്ല. ഓർഗനൈസേഷനിൽ എല്ലാവരും തുല്യ പ്രാധാന്യമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആണെന്നോ പെണ്ണെന്നോ, ജാതിയിൽ കൂടിയവനെന്നോ കുറഞ്ഞവനെന്നോ, അല്ലാതെ ബന്ധുവാണെന്നോ സ്വന്തമാണെന്നോ താല്പര്യങ്ങൾ പാടില്ല. ഓൾ ആർ ഈക്വൽ. അതാണ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യുവർ. സ്റ്റെബിലിറ്റി ഓഫ് ടെന്യുവർ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, അതിൻ്റെ എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ ലേബേഴ്സിൻ്റെ നിലനിൽപ്പാണ് സംരംഭത്തിൻ്റെ നിലനിൽപ്പ്. അപ്പോൾ സ്വാഭാവികമായും എനിക്ക് എൻ്റെ സംരംഭത്തിൽ നിൽക്കണമെങ്കിൽ എൻ്റെ എല്ലാ താല്പര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക, എനിക്ക് ന്യായമായ വേതനം തരിക, ഫെയർ വർക്കിംഗ് കണ്ടീഷൻ ഉറപ്പാക്കി തരിക, എൻ്റെ വെൽഫെയർ അന്വേഷിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളുടെ സ്ഥാപനത്തോടൊരു ലോയൽറ്റി ഉണ്ടാവും. അല്ലാത്ത പക്ഷം നമുക്ക് കുറച്ചുകൂടെ സൗകര്യങ്ങൾ കിട്ടിയാൽ നമ്മളെപ്പോഴും അവിടുന്ന് പോകാൻ തയ്യാറാവും. രണ്ടാമത്, അക്കോർഡിംഗ് ടു ഫയോൾ, വർക്കേഴ്സ് ഷുഡ് നോട്ട് ബി മൂവ്ഡ് ഫ്രം ഒരു പൊസിഷനിൽ നിന്ന് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുക, ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അയാളുടെ വർക്കിൽ അയാൾക്ക് കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലേബേഴ്സ് കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ലേബേഴ്സ് കൊഴിഞ്ഞു പോയാൽ എന്താ സംഭവിക്കുക? പുതിയ ആളിനെ എടുക്കണമെങ്കിൽ വീണ്ടും ചിലവാണ്, അയാൾക്ക് ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ വീണ്ടും ചിലവാണ്. അപ്പോൾ അതുകൊണ്ട് എംപ്ലോയീസിൻ്റെ കൊഴിഞ്ഞുപോക്കൽ ഉറപ്പാക്കണമെങ്കിൽ കൃത്യമായ വ്യക്തമായ ഫെസിലിറ്റീസ് അവന് ഉറപ്പാക്കി കൊടുക്കുക. അപ്പോൾ സ്റ്റെബിലിറ്റി ഉറപ്പാക്കി കൊടുക്കുക. എൻ്റെ ഓർഗനൈസേഷൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് ബോധ്യമുള്ളപ്പോൾ സ്വാഭാവികമായും നമ്മളൊരു കാരണവശാലും അവിടെ നിന്ന് ലീവ് ചെയ്യാൻ ശ്രമിക്കാറില്ല. അപ്പോൾ ആ ലീവിങ് ഒഴിവാക്കണമെങ്കിൽ ശരിയായ രീതിയിലുള്ള വർക്കിംഗ് എൻവയോൺമെൻറ്റ്, ന്യായമായ രീതിയിലുള്ള പ്രതിഫലം, കൃത്യമായ രീതിയിലുള്ള വെൽഫെയർ ആൻഡ് അമ്യൂണിറ്റീസ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഓർഗനൈസേഷൻ തയ്യാറാവണം. എങ്കിൽ മാത്രമേ ലേബേഴ്സ് സ്റ്റേബിൾ ആകൂ, അല്ലെങ്കിൽ അവർ കൊഴിഞ്ഞു പോകും. കൊഴിഞ്ഞുപോക്ക് ഉറപ്പാക്കിയാൽ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. അപ്പോൾ അതുണ്ടാകാൻ പാടില്ല. ഇതാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യുവർ. അടുത്തത് ഇനിഷ്യേറ്റീവ്. നമുക്കെല്ലാവർക്കും ഇനിഷ്യേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഇറ്റ് ഇംപ്ലൈസസ് ക്രിയേറ്റിവിറ്റി ഇൻ ഇൻഡിവിജ്വൽ വിച്ച് മസ്റ്റ് യൂട്ടിലൈസ്ഡ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. നമുക്കെപ്പോഴും ഒരു നിയന്ത്രണം എല്ലാവർക്കും മേളിലുണ്ടെങ്കിൽ പോലും
നമുക്ക് സ്വതന്ത്രമായി ചെയ്യാൻ കഴിയണം. എല്ലായ്പ്പോഴും വരച്ച വരയിലൂടെ പോകണമെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടേതായ ടാലൻ്റ് ഉണ്ടാവും, നമ്മളുടേതായിട്ടുള്ള പിന്നെ പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഭംഗിയായി നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തരണം. നമ്മളുടെ പേഴ്സണലായിട്ടുള്ള നമ്മളുടെ കഴിവുകളെ നമുക്ക് ഉപയോഗിക്കാനുള്ള അവസരം തരണം. അല്ലാതെ എപ്പോഴും ഒരു വര വരച്ചിട്ട് ആ വരയിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന് പറയുമ്പം നമ്മളുടെ ടാലൻറ്റിനെ അല്ലെങ്കിൽ നമ്മളെ കുഴിച്ചു മൂടുന്നതിന് തുല്യമാവും. അപ്പോൾ അതിനനുവദിക്കാതിരിക്കുക. നമുക്കൊരു ബൗണ്ടറി ഉണ്ട്, ശരിയാണ്. പക്ഷേ ആ ബൗണ്ടറിക്കകത്ത് നിന്നുകൊണ്ട് എൻ്റെ കഴിവുകളെ ഉപയോഗിക്കാനുള്ള അവസരം എനിക്ക് തരണം. അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മളുടെ കഴിവുകളെ അവിടെ അടിച്ചു മൂടിയിട്ടിട്ട് നമ്മളെപ്പോഴും ഒരു എന്താ പറയുക, വരയിൽ നിന്ന് മാത്രം ചെയ്യാൻ പ്രേരിതനാവും. അപ്പോൾ അത് നമ്മളുടെ ഡെവലപ്മെൻറ്റ്സിന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിനുള്ള അവസരം നമുക്ക് തരിക. എങ്ങനെ? നമ്മളുടെ കഴിവുകളെ കൂടി ഉപയോഗിക്കത്തക്ക രീതിയിൽ നമ്മളെ അനുവദിക്കുക. അതാണ് ഇനിഷ്യേറ്റീവ്, നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യുക. ലാസ്റ്റ് വൺ, എസ്പ്രിറ്റ് ഡി കോർപ്സ്. എസ്പ്രിറ്റ് ഡി കോർപ്സ്, ഇതിന് മീനിങ് ഇതാണ്: യൂണിയൻ ഈസ് സ്ട്രെങ്ത്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു, ഓർഗനൈസേഷൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. എല്ലാവരുടെയും സംഘടിതമായ പ്രവൃത്തിയിലൂടെ മാത്രമേ ഓർഗനൈസേഷൻ്റെ റിസൾട്ട് നേടിയെടുക്കാൻ കഴിയൂ. അപ്പോൾ അതുകൊണ്ട് ഐക്യമത്യം മഹാബലം, എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഓർഗനൈസേഷൻ്റെ റിസൾട്ട് നമുക്ക് നേടാൻ കഴിയൂ. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മോശമായാൽ പോലും ഓർഗനൈസേഷൻ്റെ അത് കാര്യമായി ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും യൂണിറ്റി എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാകുക. യൂണിയൻ ഈസ് സ്ട്രെങ്ത്. എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രവൃത്തിയാണ് ഓർഗനൈസേഷൻ്റെ വിജയം. അപ്പോൾ അതുകൊണ്ട് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഐസൊലേഷൻ എന്ന് പറയുന്ന സംഭവം പാടില്ല. നമുക്കെപ്പോഴും യൂണിറ്റി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവണം. അപ്പോൾ യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന് പറയുന്നതാണ് എസ്പ്രിറ്റ് ഡി കോർപ്സ്. ഇതാണ് ലാസ്റ്റ് പോയിന്റ്. ഇങ്ങനെ 14 പ്രിൻസിപ്പിളാണ് എൻട്രി 5 നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ 14 പ്രിൻസിപ്പിൾ നിങ്ങൾ വായിക്കുക, പഠിക്കുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞു തരാം.